ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, 6 ഡേ ചാലഞ്ചിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇന്ന് ഫസ്റ്റ് ആസ് യൂഷ്വൽ അഫർമേഷൻ ആണ്. അഫർമേഷൻ ഇച്ചിരി ലെങ്തിയാണ്, ശ്രദ്ധിച്ച് എഴുതിയിട്ട് കാര്യമായിട്ട് അങ്ങ് പറയണേ കേട്ടോ. എന്താണ് അഫർമേഷൻ അറിയോ? Others are amazed at how quickly I learn English. കടിച്ചാ പൊട്ടാത്തയാന്ന് കരുതണ്ടോ? സിമ്പിളാണ്. എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? അതായത് മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു പോവുകയാണ്, ഇത്ര പെട്ടെന്നാണ് ഞാൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത് എന്ന് കണ്ടപ്പോൾ. മനസ്സിലായോ? അതായത് ഞാൻ മീൻസ് നിങ്ങളാണല്ലോ ഇപ്പോൾ ഇത് ചെയ്യണേ. നിങ്ങൾ ഇംഗ്ലീഷ് നന്നായിട്ട് ഇപ്പോൾ ഫ്ലോയിൽ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേരത്തെക്കാൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സബ് കോൺഷ്യസിനെ നമ്മൾ വിശ്വസിപ്പിക്കുന്നത്. ആ ഒരു കോൺഫിഡൻസ് ആണല്ലോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ അഫർമേഷൻ? അതേഴ്സ് ആർ അമേസ്ഡ് അറ്റ് ഹൗ ക്വിക്ലി ഐ ലേൺ ഇംഗ്ലീഷ്. ഇത് 21 തവണ നിങ്ങൾക്ക് കേൾക്കത്തക്ക വിധത്തിൽ നിങ്ങൾ ചാൻറ്റ് ചെയ്തിട്ട് എഴുതുക. ദെൻ മിററിന്റെ മുമ്പിലേക്ക് പോവുക, കോൺഫിഡൻ്റ് ആയിട്ട് 21 തവണ തന്നെ ചാൻറ്റ് ചെയ്യുക. ദെൻ കണ്ണടയ്ക്കുക, വിഷ്വലൈസ് ചെയ്യുക, ഹാപ്പി ഫീൽ കൊടുക്കുക, മാക്സിമം ഹാപ്പി ഫീൽ. ആളുകളൊക്കെ അത്ഭുതത്തോടെ അവരുടെ കണ്ണൊക്കെ നോക്കും, എന്ത് വിടർന്നിട്ട് അത്ഭുതത്തിലായിരിക്കണേ. എല്ലാവരും പരസ്പരം പറയണമെന്ന് കേൾക്കണില്ലേ നിങ്ങൾക്ക്? നിങ്ങളിങ്ങനെ നിങ്ങളുടെ ടോക്ക്, നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തോ സംസാരിക്കുന്നുണ്ട്, എല്ലാവരും അത്ഭുതത്തോടു കൂടെ നിങ്ങളെ ഉറ്റുനോക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അതേഴ്സ് ആർ അമേസ്ഡ് at how quickly I learn English. മറ്റുള്ളവർ എത്ര പെട്ടെന്നാ ഇവൻ അല്ലെങ്കിൽ എത്ര പെട്ടെന്നാ ഇവള് ഇംഗ്ലീഷ് സംസാരിച്ചു തുടങ്ങിയത് എന്നുള്ളതിനെ കുറിച്ച് അത്ഭുത പരതന്ത്രരാകുന്ന ആ ഒരു മുഖഭാവവും വിസ്മയമൊക്കെ നിങ്ങൾ കാണില്ലേ? ആ ഫീല് മാക്സിമം കൊടുക്കുക. നിങ്ങളുടെ മുഖത്തും ആ ഒരു മാക്സിമം ഒരു പ്രസന്നത ഡെപ്തിൽ കൊടുക്കുക, കണ്ണു തുറക്കുക. പിന്നെ മറ്റു ആക്ടിവിറ്റീസിലേക്ക് മൂവ് ചെയ്യണം. രാത്രി കിടക്കുന്നതിന് മുമ്പ് മറക്കാതെ 21 തവണ ചാൻറ്റ് ചെയ്യേണ്ടുന്ന അഫർമേഷൻ ഇന്നത്തേതാണ്. അതേഴ്സ് ആർ അമേസ്ഡ് at how quickly I learn English. അതിനുശേഷം മാത്രം കിടന്നുറങ്ങുക കേട്ടോ. അടുത്തതായിട്ട് വൊക്കാബുലറി എക്സസൈസ് ആണ്. ഇന്ന് 3 4 ഒന്നുമല്ല, ഇനി ബാക്കി കിടക്കുന്ന എല്ലാ ലെറ്റേഴ്സും ഒരുമിച്ചാണ് കേട്ടോ. U, V, W, X, Y, Z. U മുതൽ Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സ് കൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? മനുഷ്യരുടെ പേരുകളല്ലാത്ത മാക്സിമം നിങ്ങൾക്ക് കിട്ടാവുന്ന വാക്കുകളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ രാത്രി കിടക്കുന്നത് വരെ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് എഴുതി വെച്ചിട്ട് നോക്കുക എത്രത്തോളം ആയിന്ന്. ഇതോടുകൂടി ഇപ്പോൾ വൊക്കാബുലറി എക്സസൈസ് തീരണുണ്ട്. ഏതിൻ്റെ? ലെറ്റേഴ്സ് കൊണ്ടുള്ള. എ മുതൽ ഇസഡ് വരെ എത്ര വേർഡ്സ് ഉണ്ടെന്നുള്ളത് ഒന്ന് എണ്ണി നോക്കിക്കോളൂ. ഫസ്റ്റ് ഡേ മുതൽ ഇസഡ് വരെ ആയപ്പോഴത്തേക്ക് എത്രത്തോളം വേർഡ്സ് നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റി. എവിടുന്നും റെഫർ ചെയ്യാതെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് മാത്രം, നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് മാത്രം നിങ്ങൾ പെറുക്കിയെടുത്തിട്ടുള്ള വേർഡ്സ് ആണിത്. കോൺഫിഡൻ്റ് അല്ലേ നിങ്ങളിപ്പോൾ? അത്രയേ ഉള്ളൂ, സിമ്പിൾ ഇംഗ്ലീഷ് അത്രയേ ഉള്ളൂ. കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ കൂടാം. അടുത്തതായിട്ട് നെയിംസ് ഓഫ് ജോബ്സ് ആണ്. നമ്മൾ പല പ്രൊഫഷൻസ് നമുക്കറിയാം അല്ലേ? വൈറ്റ് കോളർ ജോബ്സ് മാത്രമൊന്നും അല്ല കേട്ടോ, എല്ലാ ജോബ്സും അല്ലേ? നിങ്ങൾക്ക് ഏതൊക്കെ ജോബ്സ് അറിയാം? ഡോക്ടർ, അല്ലെങ്കിൽ ടീച്ചിങ് അറിയാം, ഫാർമർ അല്ലേ, അങ്ങനെ കൃഷിക്കാര്, കാർപ്പൻറ്റേഴ്സ്, ആശാരികൾ, അങ്ങനെ പല ടൈപ്പ് ജോബ്സ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് അറിയാവുന്ന എത്രത്തോളം ജോബ്സ് ഇംഗ്ലീഷിലുണ്ട് ഒന്ന് ചിന്തിച്ചെടുത്തിട്ട് എവിടെയും റെഫർ ചെയ്യാതെ എഴുതി നോക്കുക. നിങ്ങൾക്കറിയാവുന്ന പരമാവധി ജോലികൾ. ഇപ്പോൾ പുതിയ ന്യൂ ടെക്നോളജിയൊക്കെ വന്ന സ്ഥിതിക്ക് ഒരുപാട് AI ടൂൾസൊക്കെ വെച്ചിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ നല്ലോണം ചിന്തിച്ചിട്ട് മാക്സിമം ജോബ്സ് എന്തൊക്കെയുണ്ട്, ഇപ്പോൾ നിലവിൽ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഓർമ്മയിൽ ഇംഗ്ലീഷിൽ, അതെല്ലാം എഴുതി വെച്ചോളൂ. ജോബ്സിൻ്റെ പേരുകൾ, വർക്കുകളുടെ പേരുകൾ. മൈ ഡിയേഴ്സ്, അടുത്തത് നിങ്ങളുടെ ഹോം ടൗണിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് എഴുതാം. നിങ്ങൾ അതുപോലെ പറയുകയും വേണം. എഴുതിയിട്ട് നോക്കി വായിക്കുകയല്ല, എഴുതി വെച്ചോളൂ. ആൻഡ് നോക്കാതെ തന്നെ നിങ്ങളതൊന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ തന്നെ കേൾക്കുകയും വേണം. ഹോം ടൗൺ എന്ന് പറഞ്ഞാൽ ചിലർക്ക് വില്ലേജ് ആവും, ഗ്രാമപ്രദേശത്ത് താമസിക്കുന്നവരാവും, ചിലർ സിറ്റിയിലാവും എന്നെ കാണുന്നവരല്ലേ, പട്ടണത്തിലാവും. അപ്പോൾ ഏതുമാകട്ടെ, നിങ്ങളുടെ ഹോം ടൗൺ, നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യം, അതായത് അവിടെ എന്തൊക്കെയുണ്ട്, നിങ്ങൾ സ്കൂളുണ്ടോ, ഹോസ്പിറ്റൽസ് ഉണ്ടോ, ബാങ്ക് ഉണ്ടോ, അല്ലെങ്കിൽ വീടുകളുണ്ടോ, ആളുകൾ പരസ്പരമുള്ള സ്നേഹവും മറ്റും എങ്ങനെയാണ്, ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, എന്തൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ പറ്റുമോ നിങ്ങളുടെ ഹോം ടൗണിനെ കുറിച്ച്. ഇനി എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള മോണ്യുമെന്റ്സ് ഉള്ള സ്ഥലമാണോ, സ്മാരകങ്ങളുള്ള സ്ഥലമാണോ, പ്രശസ്തരായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള സ്ഥലമാണോ, അതൊക്കെ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റുമോ അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റൈറ്റിംഗ് നിങ്ങൾ എഴുതുകയും, ഇനി അതിൽ നോക്കാതെ തന്നെ, ഇനി പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്, നിങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ പുതിയ പുതിയ സെന്റൻസ് ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ കിട്ടും, അതിനോടൊപ്പം കൂടുതൽ കിട്ടും, എന്തും ആയിക്കോട്ടെ എഴുതി വെച്ചോളൂ എന്ന് പറയാൻ കാരണം പിന്നീട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് നിങ്ങളത് കാണാതെ ഒന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്തൊന്ന് കേട്ടു നോക്കൂ, നിങ്ങളുടെ ഹോം ടൗണിനെ കുറിച്ച് എന്തോരം നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്.
ചാലഞ്ചിന്റെ ഭാഗമായിട്ടൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് റീഡ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അല്ല, അത് നോക്കി വായിക്കുകയാണ്. ചിലപ്പോൾ അത് വായിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്തായാലും ഇന്ന് നിങ്ങൾ ഒന്നുകിൽ ഒരു ഇംഗ്ലീഷ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് ഇംഗ്ലീഷിൽ വായിക്കണം. വായിക്കുന്നതല്ല നിങ്ങൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി? പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും മനസ്സിലായോ? അല്ലെങ്കിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അല്ലെങ്കിൽ അതിൻ്റെ രത്ന ചുരുക്കം, അതിൻ്റെ എസെൻസ്, ആ ഒരു ആർട്ടിക്കിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ന്യൂസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് നിങ്ങൾ ഇംഗ്ലീഷിലൊന്ന് പറയാൻ ശ്രമിക്കുക. എഴുതി നോക്കിക്കോളൂ, ബട്ട് എഴുതിയത് വായിക്കരുത്, എഴുതി വെച്ചോളൂ. നിങ്ങൾ കാണാണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക, എന്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലായി. അതൊന്ന് റെക്കോർഡ് ചെയ്ത് നിങ്ങൾ കേട്ടും നോക്കണം. എത്രത്തോളം നിങ്ങൾ ആ ആർട്ടിക്കിളിനെ ലിസൺ ചെയ്തു, എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായി, എത്രത്തോളം നിങ്ങൾക്ക് അത് വേർബലൈസ് ചെയ്യാൻ പറയാൻ പറ്റുന്നുണ്ട്, അതൊന്ന് നിങ്ങൾ സ്വയം തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാണ് കേട്ടോ ഇപ്പോൾ.